ഹായ് ഓൾ. പെട്ടിയും കിടക്കയെല്ലാം എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ വെക്കേഷൻ ആകുന്നതിന് മുമ്പേ നമ്മളിതാ ട്രിപ്പ് പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ മൈസൂരേക്ക് പോയിട്ടാ. ഊട്ടിയും വയനാടെല്ലാം കുറേ പ്രാവശ്യം പോയിന്, പക്ഷേ ഇതുവരെ മൈസൂർ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഹസ്ബൻഡിന് ആടെയാണ് ഇപ്രാവശ്യം മീറ്റിംഗ് ഉള്ളത്. എല്ലാ മീറ്റിങ്ങിനും ഞാനും കൂടെ പോകുന്നതുകൊണ്ട് ഇപ്രാവശ്യവും അത് മുടക്കിയിട്ടാ. അപ്പം ഞങ്ങളൊരു വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കാൻ കയറിയതാ. നല്ല തണുപ്പ്, ചൂട് മാഗിയെല്ലാം തിന്നാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്നാക്കുന്ന പോലെയല്ല, ഇവിടെ എത്തുമ്പോൾ എല്ലാത്തിനും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പോകുന്ന വഴിക്ക് തന്നെ 2-3 വട്ടം ഛർദ്ദിച്ചെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഛർദ്ദിക്കുന്ന ആളേ അല്ല, പക്ഷേ ഇപ്രാവശ്യം എന്തേ അറിയില്ല, ഗുളിക തിന്നിട്ടും ഛർദ്ദിച്ചു പോയി. കോളിഫ്ലവർ ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാ. റൂമൊന്നും നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിട്ട. ഞങ്ങളെ കാറിലാക്കിയിട്ട് ഹസ്ബൻഡും ഫ്രണ്ടും പിന്നെ റൂം നോക്കാൻ പോയിട്ടുണ്ടായിന്. ഹസ്ബൻഡിന്റെ ഫ്രണ്ടും വൈഫും എല്ലാം ഉണ്ടായിന് കേട്ടോ, ഞങ്ങൾ മാത്രമല്ല. സഹോദരങ്ങൾ തമ്മിലില്ല സ്നേഹപ്രകടനമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നേരെ തിരിയും ചെയ്യും. അങ്ങനെ ഇതാ റൂം കിട്ടി, റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും എന്ന് വിചാരിച്ചിന്, പക്ഷെ പ്രതീക്ഷിച്ച അത്ര തണുപ്പൊന്നും ഉണ്ടായിട്ട. നോർമലാണ്. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെ ലഗേജെല്ലാം അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഫുഡെല്ലാം കഴിക്കാൻ പുറത്ത് പോകുന്നുണ്ട്. അപ്പം നേരെ മുമ്പിൽ തന്നെ നല്ലൊരു മാളുണ്ടായിന് കേട്ടോ, അടുത്തേക്കാണ് പോയത്. മോനിതാ ഈ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര ചിരി അവൻ്റെ മുഖത്ത്. ഞങ്ങളിതാ ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്, പിന്നെ ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. യാത്രയെല്ലാം ചെയ്തിട്ട് വന്നോണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിന്. എവിടെങ്കിലും ഒന്ന് കടന്നാൽ മതി എന്നാണ് ഉണ്ടായത്. എനിക്ക് ഈ ഫ്രൈഡ് ചിക്കനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനും മക്കളും അധികം ഒന്നും തിന്നിട്ടാട്ടാ. പിന്നെ എങ്ങനെയല്ലോ എല്ലാവരും കൂടി തീർത്തതാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടിട്ടുണ്ടായത്, കാറിൽ ബാർബിക്യൂ ആക്കുന്നത്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ പുകയെല്ലായിട്ട് നിറയെ ആൾക്കാരും ഉണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ച് നാളെ രാത്രി ഇടുന്നാക്കാം ഫുഡ് എന്ന്. അത് ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് കുറേ നേരം അതന്നെ നോക്കി നിന്നിട്ടാണ് റൂമിലേക്ക് വന്നത്. ഈ സമയമെല്ലാം ആകുമ്പോൾക്ക് ഏകദേശം കുറച്ച് തണുപ്പെല്ലാം വന്നിട്ടുണ്ടായിന്. എനിക്ക് തണുത്താൽ ഞാൻ മക്കളെ 2ആളെയും നല്ലോണം പുതപ്പിച്ചിട്ടും നല്ല ചൂടുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് ഇരുത്തൽ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട കേട്ടോ.